നമ്മുടെ ഈ സദസ്സിന് ഞാൻ തെരഞ്ഞെടുത്തൊരു വിഷയം വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും ഹൃദയ വെളിച്ചം അണയാതെ നോക്കണേ എന്നതായിരുന്നു. മഗ്രിബ് ആകുന്നവരെയുള്ള വളരെ കുറഞ്ഞൊരു സമയം, 6:15 വരെ നമുക്ക് സമയമുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ MLA എന്നെ നെല്ലിക്കുത്ത് അവറുകൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിന് മാറിക്കൊടുത്ത് ഈ വിഷയം അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകുകയാണ് ഇതുപോലെയുള്ള പരിപാടികളുടെ ലക്ഷ്യം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, നമ്മുടെ മുൻ വഴികളിൽ കടന്നുപോയവർ, ഇവിടെ ഫാദർ ലൂക്കോസ് അവர்கள் സൂചിപ്പിച്ച പോലെ നമ്മുടെ മുമ്പേ നടന്ന മുൻഗാമികളോട് നന്ദി പറയുന്ന ഒരു സദസ്സാണിത്. അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഉറൂസിന്റെ ആ ഒരു വിവരണം നടത്തി. എനിക്ക് തോന്നുന്നു മുസ്ലിമീങ്ങളിൽ പലർക്കും, ചില അവാന്തര വിഭാഗങ്ങൾക്ക് പോലും അറിയാത്ത ഒരു വസ്തുതയാണ്. ഉറൂസ് എന്ന് പറയുമ്പോഴേക്കും അതെന്തോ പാടില്ലാത്തതെന്ന് ചിന്തിച്ചു പോകുന്നവർ. ഉറൂസ് എന്നത് മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ, നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയവർ, അവരുടെ ജീവിത മാതൃകയെ അയവിറക്കുന്ന വേദിയാണ്. അവിടം അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് ചെയ്തുകൂടാ എന്ന് പറയേണ്ട വിഷയമില്ല. ആ ഒരു നന്മയെ നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മുടെ ദീൻ നമുക്ക് കൈമാറി കിട്ടിയതിന്റെ നന്ദി, അള്ളാഹുവിനോട് പറയുന്ന നന്ദി, മനുഷ്യരോട് നന്ദി പറയുമ്പോഴേ സ്രഷ്ടാവിനോട് നന്ദി പറയാൻ കഴിയൂ എന്ന് എത്ര തവണയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹൃദയത്തിനൊരു വെളിച്ചമുണ്ട്. ആ വിശ്വാസത്തിന്റെ വെളിച്ചം കെട്ടുപോകാതെ അണയാതെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തിരുനബി പറയുമായിരുന്നു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ഥൗബ്. വസ്ത്രം നിങ്ങൾ അണിഞ്ഞ് ആ വസ്ത്രം നുരുമ്പിപ്പോകുന്ന പോലെ നിങ്ങളുടെ മനസ്സിനുള്ളിലെ വിശ്വാസവും അതിനെ ഊതി കാച്ചിയെടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഈമാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കാർമേഘ കൂട്ടങ്ങൾ, പാപങ്ങളുടെ തിന്മയുടെ കാർമേഘങ്ങൾ വന്നുകൂടുമ്പോ, രാത്രിയിൽ നിലാവെളിച്ചം നൽകുന്ന ചന്ദ്രപ്രഭയുടെ താഴെ കനമുള്ള മേഘപടലങ്ങൾ വന്നുകൂടിയാൽ നിലാവിന്റെ വെളിച്ചം തടസ്സപ്പെടുന്ന പോലെ ഹൃദയത്തിന്റെ മീതെ പാപങ്ങളുടെ കാർമേഘങ്ങൾ വന്നുകൂടുന്നത് സൂക്ഷിക്കണേ എന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകളിലുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്, മാ മിനൽ ഖുലൂബി ഖൽബുൻ ഇല്ലാ വലഹു സഹാബ കസഹാബത്തിൽ ഖമർ. ചന്ദ്രന് ചുറ്റും മേഘം മറയായി വരുന്ന പോലെ ഹൃദയങ്ങൾക്ക് പാപങ്ങളുടെ മേഘങ്ങൾ മറയായി വരുന്നുണ്ട്. ബൈനമൽ ഖമറു യുദീഉ ഇദ അലത്ഹു സഹാബത്തുൻ ഫഅദ്ലം. ശോഭയോടുകൂടെ നിലാവ് നൽകിയിരിക്കുന്ന ചന്ദ്രന്റെ താഴെ മേഘപടലങ്ങൾ വന്നു നിൽക്കുമ്പോൾ അത് ഇരുൾമുറ്റി പോകുന്ന പോലെ പാപങ്ങളാൽ മനുഷ്യന്റെ ഹൃദയം ഇരുൾമുറ്റി പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടരുത്. അതിനാദ്യമായി വേണ്ടത് അള്ളാഹുവിന്റെ വചനം, വിശുദ്ധമായ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. നമ്മൾ എത്രയാണ് അള്ളാഹുവിന്റെ കലാം ഓതുന്നത്? നമ്മൾ എത്ര തവണയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൗ തഹുറത് ഖുലൂബുനാ മാ ശബഅത് മിൻ കലാമില്ലാഹ്. നമ്മളൊരു യാസീൻ ഓതിയേക്കാം, വെള്ളിയാഴ്ച അൽകഹഫ് ഓതി പൂട്ടി വെക്കുകയാണ്. റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ ഖത്തം തീർക്കുന്നു. ഉള്ള ആളുകളുണ്ട് കേട്ടോ, ഞാൻ മറക്കുകയല്ല. പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളെ ഒരു ഖത്തം തീർക്കണമെങ്കിൽ റമദാൻ വരെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു യാസീൻ, ഒരു തബാറക്ക, ഏതെങ്കിലും ചെറിയ സൂറകൾ, സ്ഥിരം ഓതുന്ന വിർദുകൾ. അതിനപ്പുറത്തേക്ക് വിശുദ്ധ വചനങ്ങളെ നമ്മൾ ഓതിയില്ലെങ്കിൽ ഹൃദയത്തിന്റെ മീതെ മേഘപടലങ്ങൾ വന്ന് മൂടിക്കളഞ്ഞേക്കും. ആ ഹൃദയ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. ഇത് അല്ലാഹു ഭൂമിയിലേക്ക് തന്ന വെളിച്ചമാണ്, അല്ലാഹുവിന്റെ കലാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ ഖുർആൻ ഓതി വിട പറഞ്ഞ മഹാനാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ അവർക്ക് രക്തസാക്ഷിത്വം ഉണ്ടായത്. അവര് പറയുമായിരുന്നു, ലൗ തഹുറത് ഖുലൂബുനാ മാ ശബഅത് മിൻ കലാമില്ലാഹ്. നമ്മുടെ ഹൃദയങ്ങൾക്കെങ്ങാനും ശുദ്ധിയുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ ആ ഹൃദയത്തിന് അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി മതി വരില്ലായിരുന്നു, വയറ് നിറയില്ലായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ബാക്കോട്ട് നോക്കുക, ഒരു ജുസാബനി എത്ര പേജ് വേണം? നമ്മൾ മറിച്ചു നോക്കുകയാണ്, ഈ സൂറത്തിന്റെ അവസാനം എത്ര പേജ് കഴിഞ്ഞിട്ടാണ്?
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഇബ്നു മസ്ഊദ് എന്നവരൊക്കെ പറയും റളിയല്ലാഹു അൻഹുമ ലാ യകുൻ ഹമ്മു അഹദികും ആഖിറു സൂറ, നിങ്ങളുടെ ചിന്ത ഒരു സൂറയുടെ അവസാന ഭാഗമായി പോകരുത്. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന പലപ്പോഴും, എത്ര പേജിന് കഴിയാൻ, അങ്ങനെ ആവരുത്. ഓരോ ഭാഗവും ആനന്ദിച്ച് ആസ്വദിച്ച് അതിന്റെ അർത്ഥമറിഞ്ഞു പോവുകയാണെങ്കിൽ എത്ര മനോഹരമാണ്. ശുദ്ധ ഖുർആനിന്റെ അർത്ഥമറിയണമെങ്കിൽ ഒന്ന് അള്ളാഹുവിന്റെ കലാമിന്റെ ആശയം നമ്മൾ അറിഞ്ഞ് അതുമായി നമ്മൾ സംവദിക്കണം, ആശയവുമായി സംവദിക്കണം. നമുക്ക് ഓതുന്ന അറിയുന്ന സൂറ യാസീൻ ഒന്ന് അർത്ഥം കൂടെ പഠിക്കാം. സൂറത്തുൽ കഹ്ഫ് നമുക്ക് ഓതാൻ അറിയാം, മനപ്പാഠം അറിയാം, എന്നാൽ അതിന്റെ മഅന കൂടെ ഒന്ന് പഠിക്കാം. പരിഭാഷകൾ ഇപ്പോൾ ഫതഹുർ റഹ്മാൻ മഹാനായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടവറുകൾ എഴുതിയ വളരെ മനോഹരമായ ഖുർആനിന്റെ വ്യാഖ്യാനമുണ്ട് 6-7 വോള്യങ്ങളിൽ. വളരെ ഏത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന വളരെ മനോഹരമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അതിന്റെ വ്യാഖ്യാനം ഒന്നുകൂടെ വിപുലപ്പെടുത്തിയ ഫതഹുർ റഹ്മാൻ ഉദാഹരണമായിട്ട് പറയാം. ഒന്ന് ഖുർആന്റെ ആശയങ്ങൾ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു നിധിയാണ്, അതൊരു നിധിയാണ്. അത് മനസ്സിലാവുന്നത് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ്. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മുൻഗാമി പൊട്ടിക്കരയുകയാണ്. ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? അവരെ പറഞ്ഞു, ഞാൻ സൂറത്തുൽ അൻകബൂത്ത് ഓതുകയാണ്. അൻകബൂത്തിലെ 43-ാമത്തെ ആയത്ത്, തിൽക്കൽ വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. അല്ലാഹു വിശുദ്ധ വചനങ്ങളിൽ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. വിശുദ്ധ വചനങ്ങളിൽ ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ്. ഉദാഹരണങ്ങളിലൂടെയാണ് അള്ളാഹു കാര്യങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ മഹാൻ കരയാ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എനിക്ക് ആ ഉദാഹരണം മനസ്സിലായില്ല, അതുകൊണ്ട് കരയാണ്. മനസ്സിലാവാത്ത എന്താ കരയാൻ കാരണം? കാരണം അള്ളാഹു അതിനെ തുടർന്ന് ശേഷം പറഞ്ഞ വാക്കെന്താണ്? വമാ യഅലമുഹാ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അള്ളാഹു ജ്ഞാനം നൽകിയവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഉദാഹരണങ്ങൾ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അള്ളാഹു ജ്ഞാനം നൽകിയവർക്ക് അള്ളാഹുവിന്റെ ഉദാഹരണങ്ങൾ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ എനിക്ക് ജ്ഞാനം ലഭിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഞാനൊരു ജാഹിലാണോ എന്ന് ഞാൻ പേടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കലാമിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ താടിയിലും തലയിലും ഹബീബായ തങ്ങൾക്ക് നര ബാധിച്ചപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ശയ്യബതിനി ഹൂദുൻ വഅഖവാതുഹാ ഖബ്ലൽ മശീബ്. നര വരുന്നതിന്റെ പ്രായമാകും മുമ്പേ. അന്നൊരു 60-70 വയസ്സാകുമ്പോഴാണ് നര വരിക. ഹബീബായ നബി തങ്ങൾക്ക് 50 കഴിഞ്ഞപ്പോൾ നര വന്നിട്ടുണ്ട്. മുത്ത് നബി തങ്ങളോട് ചോദിക്കുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് ഞങ്ങളെക്കാളൊക്കെ മുമ്പേ നര വന്നല്ലോ നബിയെ, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോ ഹബീബ് കൊടുത്ത മറുപടി വിശുദ്ധ ഖുർആൻ ചിന്തിച്ചിട്ടാണെന്ന്. ശയ്യബതിനി ഹൂദുൻ വഅഖവാതുഹാ, സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തു അമ്മ യതസാഅലൂൻ, ഇദശംസു കുവിറത്. ഈ സൂറകളുടെ ആശയം നാളെ പരലോകം സംഭവിക്കുകയും ലോകാവസാനത്തിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും അല്ലാഹു ഗൗരവത്തിൽ വിവരിച്ചിരിക്കുന്ന സൂറ. ആ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് എനിക്ക് നര വന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വചനം ഓർക്കുമ്പോഴാണ് ഹൃദയ വെളിച്ചം കെടാതിരിക്കുകയുള്ളൂ. ഹൃദയ വെളിച്ചം കെടാതിരിക്കണമെങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിന്റെ അസ്മാഉകൾ അറിയണം, അള്ളാഹുവിന്റെ മഹത്വം അറിയണം, അള്ളാഹുവിന്റെ മഹത്വം അറിയണം. നമ്മോട് 3 ആൾ ഒരേ നേരം സംസാരിച്ചാൽ നമുക്ക് ആ സംസാരം മനസ്സിലാവില്ല. 3 പ്രാസംഗികന്മാർ 3 മൈക്കിൽ സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അള്ളാഹുവിന് കോടാനുകോടി ആളുകളാ പടച്ചവനോട് ചോദിക്കണത്. ഒരുത്തന്റെ കുട്ടിക്ക് പണി കൊടുക്കണേ, ജോലി കൊടുക്കണേ, ഒരുത്തൻ പടച്ചവനെ മരിക്കുമ്പോ ഈമാൻ തരണേ, വേറൊരുത്തന്റെ കുട്ടിന്റെ പനി മാറ്റി കൊടുക്കണേ റബ്ബേ, അള്ളാഹുവിന്റെ കുട്ടിനെ എക്സാം പാസ്സാക്കി തരണേ, വേറൊരാൾ അള്ളാഹുവിന്റെ കടം വീട്ടി തരണേ, പടച്ചവനെ എന്റെ വയറുവേദന മാറ്റി തരണേ. കോടാനുകോടി ആളുകള് കോടാനുകോടി വ്യത്യസ്തങ്ങളായ കാര്യം റബ്ബിനോട് ചോദിക്കുമ്പോഴും അതൊക്കെ അള്ളാഹുവിനെ കേൾക്കാനും അറിയാനും കഴിയുന്നു.
അതാണ് അല്ലാഹുവിന്റെ അളമത്ത്. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളായി 99 നാമവിശേഷണങ്ങൾ അല്ലാഹുവിനുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അതിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ അറിയുകയും ആ നാമങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ മനസ്സിലാക്കാത്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമah. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അവരെ മനസ്സിലാക്കിയില്ലല്ലോ. വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാത്. ആകാശങ്ങളും ഭൂമിയും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ ഒരു കരത്തിൽ ചുരുട്ടി പിടിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനെ നിങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കിയില്ലല്ലോ. യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങൾ കണ്ണ് വെട്ടിച്ച് കളിക്കുന്നതും നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ആരാരും കാണാതെ മറച്ചു വെച്ച് കാണുന്നതും അല്ലാഹു കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലാഹു അറിയില്ലെന്നാണോ? അല്ലാഹു അറിയില്ലെന്നാണോ വിചാരിക്കുന്നത്? അല്ലാഹുവിന്റെ അദമത്തിനെ മനസ്സിലാക്കണേ. ഹിജാബുഹു നൂർ. അല്ലാഹുവിന്റെ മറയായി നിൽക്കുന്ന റബ്ബിനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ മറകൾ പ്രകാശമാണത്രേ. ലൗ കശഫ ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറുഹു. അല്ലാഹുവിന്റെ പ്രകാശധാരയെങ്ങാനും മറനീക്കപ്പെടുകയായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വജ്ഹിന്റെ പ്രകാശധാര കാരണം പ്രപഞ്ചത്തിലെ സർവ്വതും കരിഞ്ഞു പോകുമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു മനസ്സിന് ഹൃദയത്തിന്റെ ഈമാൻ കെടാതെ സൂക്ഷിക്കാൻ കഴിയും. അസ്മാഉൽ ഹുസ്നകൾ പഠിക്കുക, അതിങ്ങനെ ചൊല്ലി പഠിക്കുക എന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥം കൂടെ അങ്ങ് പഠിച്ചു പോരെ. എന്താണ് അല്ലാഹുവിനെ പറ്റിയാ പറയുന്നത്? അല്ലാഹു എന്താണ്? അല്ലാഹുവിന്റെ ദാത്ത് എന്താ നമുക്കറിയില്ല. അല്ലാഹുവിനെ നമുക്കറിയുന്നത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിലൂടെയാണ്, ഇസ്മുകളിലൂടെയാണ്. അല്ലാഹു അർ-റഹ്മാൻ അർ-റഹീം, അൽ മലികുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസ് ജബ്ബാറുൽ മുതകബ്ബിർ. അല്ലാഹുവിന്റെ ഇസ്മുകളിലൂടെയാണ് അല്ലാഹു ആരാണെന്നറിയുന്നത്. ഹൃദയ വെളിച്ചം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണേ. നമ്മുടെ സമയം മുഴുവനും നന്മകളാൽ നിറയണം. വെറുതെ ഇരിക്കരുത്, സമയം വെറുതെ കളയരുത്. സമയം വളരെ വിലപ്പെട്ടതാണ്. അതിനോളം വിലപ്പെട്ട ഒരു സാധനം ലോകത്ത് ഒരാൾക്കും തരാൻ കഴിയില്ല. സമയം. ആരോഗ്യം നമുക്ക് വേണം, അല്ലാഹു നമുക്ക് ആരോഗ്യവും നൽകട്ടെ. സമയം നന്മകളാൽ നിറക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. 40 കഴിഞ്ഞാൽ നുബുവത്തിന്റെ പ്രായമായി, പിന്നെ മരണത്തിലേക്കുള്ള സമയം എടുത്തു കഴിഞ്ഞു. പിന്നെ അധികമൊന്നുമില്ല, അതിന് മുമ്പനല്ല. പക്ഷേ സ്വാഭാവികമായും ഒരു മനുഷ്യ ജീവിതം 60-70 കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് പോലും അനാരോഗ്യമുള്ളൊരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ യൗവനം ഇബാദത്തിൽ നിറക്കുക, ഏത് നന്മക്കും മുന്നിട്ടിറങ്ങുക. സിദ്ദീഖ് തങ്ങളോട്, തങ്ങൾ ഇരിക്കുന്ന സദസ്സിനോടാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ. ഇന്ന് സുന്നത്ത് നോമ്പെടുത്തവരുണ്ടോ? എനിക്ക് നോമ്പാ നബി. മൻ മിൻകും ആദ മരീദാ. നിങ്ങളിൽ ഒരു രോഗിയായ ആളെ പോയി സന്ദർശിച്ചവനുണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ചോദിച്ചു നബി ഞങ്ങൾ, മൻ മിൻകും അത്അമ മിസ്കീന. ഒരു മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൊടുത്തവരുണ്ടോ നിങ്ങളിൽ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട്. സിദ്ദീഖ് എന്നവര് തന്നെ. പിന്നെ ചോദിച്ചു, മൻ മിൻകും തബിഅ ജനാസ. ഒരു ജനാസയെ അനുഗമിച്ചവരുണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. ഈ 4 വിഷയങ്ങളും ഏതൊരാളിൽ സമ്മേളിക്കുന്നുവോ അയാൾക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. നേരം വെളുത്തു, രോഗിയെ സന്ദർശിച്ചു, മയ്യത്തിന്റെ കൂടെ പോയി, പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനെ ഭക്ഷണം കൊടുത്തു, സുന്നത്ത് നോമ്പെടുത്തു, എല്ലാ നന്മകളും. സിദ്ദീഖ് എന്നവര്
വല്ലാത്തൊരു മാതൃകയാണ്. മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗലോകത്തേക്ക് മലക്കുകൾ ഓരോരോ കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ടവരെ, ആ കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ടവരെ അതത് വാതിലിലൂടെ, ബാബുസ്വലാ നിസ്കാരം ഇഷ്ടമുള്ളവരെ ബാബുസ്വലയിലൂടെ, റയ്യാനിലൂടെ നോമ്പ് ഇഷ്ടപ്പെട്ടവരെ ബാബു സ്വദഖയിലൂടെ, ബാബുൽ ജിഹാദിലൂടെ വിളിക്കുമ്പോൾ നബിയെ ഓരോരോ വാതിലിലൂടെ ഒരാളെ വിളിക്കപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ നബിയെ. പക്ഷെ എല്ലാ വാതിൽക്കൽ നിന്നും മലക്കുകൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടവരെ വിളിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. എല്ലാ വാതിലിലൂടെയും നിങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ ദാസനെ ഇതിലെ വരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കും സിദ്ദീഖേ. കാരണം എല്ലാ നന്മകളും ഇഷ്ടപ്പെട്ട മഹാൻ ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഹദ്ദിസീൻ മഹാനവറുകൾ പറയാൻ, നാളെ ഞാനങ്ങ് മരിക്കുന്നു അല്ലാഹുവിനോട് അറിയിച്ചു എന്ന് വിചാരിക്കുക. നാളെ ഞാൻ മരിക്കുന്നു വിചാരിച്ചാൽ എന്റെ അമൽ ഇന്ന് ചെയ്യുന്നതിലേറെ കൂട്ടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഞാനതിന്റെ മാക്സിമം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അങ്ങനെയാണോ? ഡോക്ടർ പറയാ പിന്നെ നാടിമിടിപ്പൊക്കെ നോക്കിയിട്ടേ കഴിഞ്ഞിട്ടോ 4 ദിവസം കാണുന്നുള്ളൂ, 4 ദിവസമേ കാണുന്നുള്ളൂ, ഇത് സ്റ്റേജ് എൻഡും കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പൊരയിൽ പോകില്ല. എന്നോട് മക്കാമിൽ ഇറക്കി തന്നാൽ മതി, പള്ളിയിൽ ഇറക്കി തന്നാൽ മതി എന്നാ പറയാൻ. അപ്പോഴാ ബോധം തെളിയ. അവിടെ മുതൽ തുടങ്ങി 4 ദിവസമല്ലേ ഉള്ളൂ. ഇനി ഇബാദത്ത് തന്നെ ഇബാദത്ത്. ഹമ്മാദ് ഇബ്നു സലമ തങ്ങൾ പറയുമായിരുന്നു, ലൗ ഖീല ലി ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സലമയോട് പറയപ്പെടുകയാണെന്ന് സങ്കൽപ്പിക്കുക, ഇന്നക ലതമൂതു ഗദൻ, ഹമ്മാദേ നിങ്ങൾ നാളെ മരിക്കും എന്ന് പറയുകയാണെങ്കിൽ, മാ ഖദറ യസീദ ഫിൽ അമലി ഷൈആ, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഒന്നുമേ ഏറെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ അതിന്റെ മാക്സിമം ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സുബ്ഹാനല്ലാഹ്. അപ്പൊ ടൈം ആവാൻ വേണ്ടി കാത്തിരിക്കണ്ട, എപ്പോഴാ വിളിച്ചു കൊണ്ടുപോകാന്ന് ആർക്കും അറിയില്ലല്ലോ. മുത്തുനബി തങ്ങൾ പറഞ്ഞ പോലെ വലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നാവ് അല്ലാഹുവിന്റെ സ്മരണയിൽ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന്. നാവ് ഇങ്ങനെ ദിക്ർ കൊണ്ട് നനയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ നന്മകളിലേക്കും പെട്ടെന്ന് വരാം. ഈമാന്റെ ഹൃദയ വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ അനിവാര്യമാണ്. നന്മകൾ കാണുമ്പോൾ ഓടിച്ചെല്ല. ഒരു നന്മയുണ്ട്, ഒരു സ്ഥാപനത്തിനെ സഹായിക്കണം, പെട്ടെന്ന് അല്ലാഹുവിന്റെ പള്ളിക്കൊരു സഹായം വേണം, ഒരു പാവപ്പെട്ട മിസ്കീനെ സഹായിക്കണം, പെട്ടെന്ന് ആലോചിച്ചു നിന്നോ പിശാച് നമ്മളോട് പിശുക്കാൻ വേണ്ടി പറയും, കൊടുക്കല്ലേ എന്ന് പറയും. അലു ഖൈറുൽ ഉമൂരി അജലുഹു, എല്ലാ നന്മയിലേക്കും ആദ്യം പെട്ടെന്നെത്തണം. ഫീ കുല്ലി ഷൈഇൻ ഖൈറുൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ, അവധാനതയും സാവകാശവും ഏത് കർമ്മത്തിലും നല്ലതാണ്, ആഖിറത്തിന്റെ വിഷയത്തിൽ ഒഴികെ. അവിടെ പിന്നെ ആലോചിച്ച് നിൽക്കരുത്. ബാക്കി ഏത് വിഷയത്തിലും ഒന്ന് ആലോചിക്കണം, ആഖിറത്തിന്റെ വിഷയത്തിൽ ഒഴികെ. അത് പെട്ടെന്ന് ചെയ്യണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറയുകയാണ്, മാ റഅയ്തു മിഥലൻ നാരി നാമ ഹാരിബുഹാ വലാ റഅയ്തു മിഥലൽ ജന്ന നാമ ത്വാലിബുഹാ. നരകം പോലോത്ത അല്ലാഹുവിന്റെ ഒരു ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് ഓടേണ്ട മനുഷ്യൻ ഉറങ്ങുകയാണ്. ഇതുപോലൊരു അത്ഭുതം ഞാൻ കണ്ടില്ല. സ്വർഗം, ആ സ്വർഗത്തെ തേടിപ്പോകേണ്ട ആളുകൾ കിടന്നുറങ്ങാൻ. ഇന്നൊക്കെ സുബഹിക്ക് 6 മണിക്കൊക്കെ ജമാഅത്ത്, 6, 6:10 ഈ കാലത്തും സുബഹി ജമാഅത്ത് കിട്ടാത്തവന് ജന്മത്തിൽ ജമാഅത്ത് കിട്ടൂല. ഈ ജീവിതത്തിൽ 6 മണിക്കൊക്കെ ജമാഅത്ത് ആരംഭിക്കുന്നില്ല. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? എന്നിട്ടും കിട്ടണില്ലെങ്കിൽ ജന്മത്തിൽ അതിന് തൗഫീഖില്ല എന്നാണ് വിചാരിച്ചാൽ മതി. എന്തുറക്കാണ് അതൊക്കെ? സ്വർഗം പോലോത്തൊരു നന്മ, ആ നന്മ ലഭിക്കാതെ ആളുകൾ ഉറങ്ങേ ചോദിക്കുന്നില്ലല്ലോ. സ്വർഗം ഒരു ദിവസം 3 തവണ അല്ലാഹുവിനോട് ചോദിച്ചാൽ, മൻ സഅലല്ലാഹൽ ജന്നത ഫീ കുല്ലി യൗമിൻ 3 തവണയായി അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം പറയും, പടച്ചവനെ എന്നെ അയാൾക്ക് കൊടുക്കണേ എന്ന് സ്വർഗം പറയുന്നു. നരകത്തോട് അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാവൽ നൽകണേ എന്ന് അല്ലാഹുവിനോട് 3 തവണ ചോദിച്ചാൽ ഖാലത്തിൻ നാർ, നരകം പറയും, എത്ര റബ്ബേ എന്റെ അരികത്തേക്ക് അയാളെ കൊണ്ടുവരരുതേ, എന്നെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരരുതേ, നരകം അയാൾക്ക് കൊടുക്കല്ലേ എന്ന് നരകം പറയുന്നു. പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കിടക്കാണ്, നമ്മൾ വേണ്ടാതെ ഉറങ്ങാൻ. ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ബിന്നൂരി താമി യൗമൽ ഖിയാമ. പുരുഷന്മാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണിത്.
ഇശാഇനും സുബഹിക്കും പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ആളുകൾക്ക് നാളെ അള്ളാഹു പ്രകാശം നൽകുന്നു. ആ കൂലി പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. പുരുഷന്മാർക്കത് കിട്ടണമെങ്കിൽ, ആ വെളിച്ചം കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് വരണം. നരകത്തോളം ഗൗരവമുള്ള ഒരു വിഷയമുണ്ടായിട്ട് ആളുകൾ ഉറങ്ങുകയാണല്ലേ. ആ നരകത്തിൽ നിന്ന് ഓടേണ്ടവർ ഉറങ്ങുകയാണ്. അവര് കള്ളു കുടിച്ചിട്ടും തോന്നിവാസം ചെയ്തിട്ടും നടക്കുകയാണ്. സ്വർഗം ആവശ്യമായവരാണ് നമ്മളൊക്കെ, എന്നിട്ട് നമ്മൾ ഉറങ്ങുകയാണ്. രാത്രി എഴുന്നേൽക്കണില്ല. രാത്രി നമുക്ക് വിറുത് വേണം, പ്രത്യേകമായ ഇബാദത്തുകൾ വേണം മുഅ്മിനെ. അപ്പോഴേ ഈമാൻ നഷ്ടപ്പെടാണ്ടിരിക്കുള്ളൂ. രാത്രി ഇബാദത്ത് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറയുന്ന ഹദീസിലുണ്ട്, രാത്രി സ്ഥിരമായി നിർവഹിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ, ഒരു അമല് രാത്രി നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയാൽ, സ്ഥിരം ചെയ്യുന്ന ഒരു അമല്, ഇപ്പൊ രാത്രി വിത്ർ നിസ്കരിക്കും 3 റക്അത്ത് ഉദാഹരണം പറയാം, അല്ലെങ്കിൽ 5 റക്അത്ത്, അതല്ലെങ്കിൽ 11 റക്അത്ത്. പക്ഷേ ഏതെങ്കിലും ഒരു രാത്രി അങ്ങോട്ട് ഉറങ്ങിപ്പോയി വിത്ർ നിസ്കരിക്കാൻ പറ്റിയില്ല. അത് സ്ഥിരം ചെയ്യുന്ന ആൾക്ക് പകല് ളുഹറിന്റെ മുമ്പ് 11 ഉള്ളത് 12, 5 റക്അത്തുള്ളത് 6 റക്അത്ത്, 3 ഉള്ളത് 4 ആയിട്ട് പകൽ നിസ്കരിക്കുമ്പോൾ 2 നിസ്കരിക്കണം. അത് ഖളാ വീട്ടണം എന്നാണ്. രാത്രി ചെയ്തതിന്റെ കൂലി കിട്ടും സ്ഥിരം ചെയ്യുന്ന ആളുകൾ. തങ്ങൾ പറയുന്ന ഹദീസ് നോക്കൂ, മന്നാമ അൻ ഹിസ്ബിഹി മിനൽ ലൈലി, രാത്രി സ്ഥിരമായി ചെയ്യുന്ന ഒരു അമൽ അത് ചെയ്യാൻ കഴിയാതെ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ, ഔ അൻ ശൈഇൻ മിൻഹു, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരൽപ്പം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഫഖറഅഹു മാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ളുഹ്രി, ളുഹറിന്റെയും ഫജ്റിന്റെയും ഇടയിൽ അത് നിർവഹിക്കുകയാണെങ്കിൽ, കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, അത് രാത്രി ചെയ്തതുപോലെ തന്നെ അള്ളാഹു രേഖപ്പെടുത്തി കൊടുക്കും. സൂറത്ത് തബാറക് ഓതാറുണ്ട് രാത്രി. ഒരു ദിവസം രാത്രി ഓതാൻ കഴിഞ്ഞില്ല, പകലോതിയാൽ രാത്രി ഓതിയ പുണ്യം കിട്ടും. നിസ്കാരം അങ്ങനെ തന്നെയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫാതതുഹു സ്വലാത്തു മിനൽ ലൈലി മിൻ വജഇൻ, രാത്രി ഏതെങ്കിലും ഒരു രോഗം കൊണ്ടോ വേദന കൊണ്ടോ നിസ്കാരം നബി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, സുന്നത്ത് നിസ്കാരം, ഔ ഗൈരി സ്വല്ലാ മിനൻ നഹാരി 12 റക്അ, നബി ഞങ്ങൾ പകലിൽ 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. രാത്രി 11 നിസ്കരിക്കുന്നത് തങ്ങളത് പകലിൽ ഖളാ വീട്ടും 12 റക്അത്തായിട്ട്. അതൊക്കെ രാത്രി സ്ഥിരമായിട്ട് വിറുദ് വേണം, അമല് വേണം എന്നാണ് ഇതിനർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടു പോകുന്ന ഒരു ജീവിതത്തിൽ നമ്മളുള്ളത് അല്ലേ, ആ സമയത്തേക്ക് നമ്മൾ ഒരുങ്ങി നിൽക്കുക, ഇബാദത്തിൽ ഉന്മേഷവാന്മാരായിട്ട് നിൽക്കുക, ഇബാദത്തിനൊരു താല്പര്യം ഉണ്ടായിരിക്കുക അല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാ മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുദൂഅ വയുസല്ലി റക്അതൈൻ യുഖ്ബിലു ബിഖൽബിഹി വവജ്ഹി അലൈഹിമാ ലാ യസ്ഹു ഫീഹിമാ ലാ യുഹദ്ദിഥു ഫീഹിമാ നഫ്സഹു യുഹ്സിനു ഫീഹിന്ന الذിക്ര വൽ ഖുശൂഅ ഇല്ലാ വജബത് ലഹുൽ ജന്നah. അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 2 റക്അത്ത് നിസ്കാരം കൊണ്ട് അല്ലാഹു ചിലപ്പോൾ സ്വർഗ്ഗം തന്നേക്കും. എന്താ അത്ഭുതം എന്നറിയോ? ഈ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ നമ്മുടെ തൊട്ടടുത്ത് നിസ്കരിക്കുന്നവന്റെ ജമാഅത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. അവന്റെ നിസ്കാരം നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. തൊട്ടിപ്പുറത്തുള്ളവന്റെ നിസ്കാരം പകുതി അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും, നമ്മളത് കാൽഭാഗം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പുറത്തുള്ളവന്റെ മുഴുവൻ സ്വീകരിച്ചിട്ടുണ്ടാവും, നമ്മളതൊരു പക്ഷെ മുഖത്തേക്ക് എറിഞ്ഞു പോയിരിക്കുകയായിരിക്കും. ഒരു സൊഫിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇമാമിന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാവില്ല, മഅ്മൂമിന്റെ സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഅ്മൂമിന്റേത് സ്വീകരിച്ചില്ല, ഇമാമിന്റേത് സ്വീകരിച്ചു. ഓരോ മനുഷ്യന്റെയും ഖൽബിൽ അള്ളാഹുവിനെ പറ്റി എത്രത്തോളം ബോധമുണ്ട്, അതിനാണ് കൂലി, അതിനാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു, ശരി തന്നെ, കൂലി കിട്ടുമോ? അള്ളാഹിനെ പറ്റി ഓർക്കുന്നതിനെ കൂലിയുള്ളൂ. കൈയിട്ട് നിന്നിട്ട് ഇങ്ങനെ മംഗലാപുരത്തൊക്കെ പോയി വരികയാണ്, സലാം വിട്ടും പോയി, എങ്ങനെ കൂലി കിട്ടുക? അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നുണ്ടോ നമ്മുടെ മനസ്സുകളിൽ? പടച്ചതമ്പുരാൻ ഓർമ്മയുണ്ടോ? ജുമുഅ നിസ്കരിച്ചു, ഖുതുബന്റെ ഇടയിലൊക്കെ ഇങ്ങനെ മൊബൈൽ മുകളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഖുതുബ നടക്കും, മൊബൈൽ തൊട്ട ഖുതുബയുടെ പുണ്യം ജുമുഅന്റെ കൂലി തന്നെ പോയില്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഓരോ ഇബാദത്തും അല്ലേ അതിന്റെ ഭംഗിയിൽ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞു നോക്കൂ. ഏതെങ്കിലും ഒരാൾ വുളു എടുക്കുകയും ഫയുഹ്സിനുൽ വുളുഅ, വുളു നന്നായി ചെയ്തു, അങ്ങനെ യുഹ്സിനുൽ വുളു, എങ്ങനെങ്കിലും വുളു എടുത്ത് ഓടല്ല, ശരിക്കും വുളു എടുത്തു, വയുസല്ലി റക്അതൈനി, എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക. യുഖ്ബിലു ബിഖൽബിഹി വവജ്ഹിഹി അലൈഹിമാ, ആ 2 റക്അത്ത് നിസ്കാരത്തിൽ മനസ്സുകൊണ്ടും മുഖം കൊണ്ടും ചിന്ത കൊണ്ടും
ആ നിസ്കാരത്തിലാണ് ലാ യസ്ഹു ഫീഹിമാ, ആ 2 റക്അത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരാൾ, ലാ യുഹദ്ദിഥു ഫീഹിമാ നഫ്സ, ആ 2 റക്അത്തിൽ വേറെ ഒന്നിനോടും മനസ്സിൽ ചിന്തയില്ല. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ ഇപ്പൊ 4 മിനിറ്റ് ധാരാളമായിരിക്കും ചിലപ്പോ, അല്ലേ? ആ 4 മിനിറ്റ് അള്ളാഹിനെ പറ്റി മാത്രം ഓർക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മൾ അന്താരാഷ്ട്ര വിഷയമൊന്നും ചർച്ച ചെയ്യണ്ട. നമ്മളെ 2 റക്അത്ത് നിസ്കാരം നമുക്ക് ശരിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ക്രിക്കറ്റ് കാണുന്ന ഒരു 3 മണിക്കൂറൊക്കെ കറക്റ്റ് ഇപ്പൊ 6 അടിച്ചത് 4 അടിച്ചത്, ഇപ്പൊ എത്ര വിക്കറ്റാ ബാക്കിയുള്ളത്, എത്ര റൺസാ ഇപ്പൊ എടുത്തത്, നീ എത്ര ബാക്കിയുള്ളത്, എന്തൊരു ഹിഫ്ള. ഫുട്ബോൾ കാണുമ്പോൾ ഒരു നിമിഷം പോലും ചിന്ത മാറിപ്പോകുന്നില്ലല്ലോ. ആലോചിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിൽ നിന്നാൽ ലോകത്തെ എല്ലാ കഥയും ഓർമ്മ വന്നു. എല്ലാ വിഷയത്തിനും സിനിമ കാണുന്നവര് എന്ത് ശ്രദ്ധയില്ല, ഓരോ സെക്കൻഡുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്താ ചെയ്തത്? നിസ്കാരത്തിൽ മാത്രം ഓർമ്മയില്ല. അങ്ങനെ വരുന്നത് നമ്മൾ അള്ളാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കി. നമ്മൾ എന്താ വിചാരിച്ചത്? അള്ളാഹുവിന്റെ അടുത്ത് കുട്ടികൾ കളിക്കുകയാണല്ലോ. അള്ളാഹുവിന്റെ അടുത്ത് റബ്ബേ നീയാണ് ഏറ്റവും വലിയവൻ, അല്ലാഹു അക്ബർ, അതല്ലേ അതിന്റെ അർത്ഥം? നീയാണ് റബ്ബേ ഏറ്റവും വലുത്, നിന്റെ അപ്പുറത്തൊരു വിഷയം എനിക്കില്ല. എന്നിട്ട് പിന്നെ ചിന്ത കളിനെ പറ്റിയാണ്. അള്ളാഹ് ഏറ്റവും വലുതാന്ന് പറയാൻ പിന്നെ കളിയാണ് എനിക്ക് വലുതെന്നായി പോയി. പിന്നെ നമ്മൾ അള്ളാഹുവിനോട് നുണ പറയല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്തൊരു കളി കളിക്കണ പോലെയല്ലേ? റബ്ബേ നീ എന്നെ വലുത് കേട്ടോ. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തയിലാണ്. 2 റക്അത്ത് നബി തങ്ങൾ ചെയ്യുന്ന ചാലഞ്ച്, നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിലുള്ള ഒരു ചാലഞ്ച് തരാൻ നബി തങ്ങൾ. നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? 2 റക്അത്ത് സുന്നത്ത്, അതിന്റെ വുദൂ ശരിയാക്കിയിട്ട് അതിന്റെ റുകൂഉം സുജൂദും യുഹ്സിനു ഫീഹിന്ന ദിക്റ വൽ ഖുശൂ', അല്ലാഹുവിനെ ശരിക്ക് പേടിച്ചിട്ട് നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഇല്ലാ വജബത ലഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പരീക്ഷിക്കുക. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. 2 റക്അത്ത് നമുക്ക് അള്ളാഹുവിനെ പറ്റി മാത്രം ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? 4 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ? ആ 5 മിനിറ്റിൽ മാത്രം ഇബ്ലീസ് കയറി വരും. ബാക്കി എത്ര സമയം നമ്മൾ ഇരിക്കുന്നുണ്ട്? ചിന്ത ഒരു വഴിക്കും പോകുന്നില്ലല്ലോ. നിസ്കാരത്തിൽ മാത്രം പിശാചിന്റെ സാന്നിധ്യം ലോകത്തുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം നിസ്കാരം പഴപ്പിക്കലാണ്. അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും ശ്രദ്ധ കിട്ടും, നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ അവന് വിടൂല. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോടാണ് പൈസ നഷ്ടപ്പെട്ടു പോയൊരു കഥ പറഞ്ഞതൊരാൾ. ഏതോ മരത്തിന്റെ താഴെ, ഒരു മരത്തിന്റെ നിഴലിൽ എവിടെയോ, അവരൊക്കെ അങ്ങനെയാണ് പണ്ട് കുഴിച്ചിടുക അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത്, അത് ചൂടുകാലത്ത്, ഇന്നാലിന്റെ തോട്ടത്തിലെ ഇന്ന സ്ഥലത്തുള്ള മരത്തിന്റെ ആ തൂമ്പ്, അതിന്റെ മേൽഭാഗത്തിന്റെ നിഴൽ അസ്ർ ബാങ്ക് കൊടുക്കുമ്പോ എവിടെയാണ് വരുന്നത്, അവിടെ കുഴി കുഴിച്ചിട്ടുണ്ടാവും നിധി. അങ്ങനെ മക്കൾക്ക് പിന്നെ പറഞ്ഞു കൊടുക്കുക, എവിടെ വെച്ചിട്ടാ കുഴി തെരയാ, ഏതെങ്കിലും അടയാളം വെക്കും. പിന്നെ ഇയാൾക്കത് മറന്നു ഏത് മരത്തിന് അടയാളം വെച്ചതെന്ന്. അങ്ങനെ അബൂ ഹനീഫ തങ്ങളോട് വിഷയം പറയാൻ വേണ്ടി വന്നു. ഒരാൾ ചോദിച്ചു, ഇനി എന്താ ചെയ്യുക, എന്റെ പൈസ മൊത്തം ഞാൻ അവിടെ വെച്ചത്, ലോക്കറൊന്നും ഇല്ലല്ലോ. പറഞ്ഞു, ഇമാമുൽ ഫുഖഹാ, ഫഖീഹ് പണ്ഡിതന്മാരുടെ നേതാവുണ്ട് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, തങ്ങളോട് പോയി ചോദിച്ചു നോക്കാം, ഒരുപക്ഷെ വല്ല പരിഹാരം കിട്ടും. അങ്ങനെ അബൂ ഹനീഫ തങ്ങളോട് ചെന്ന് പറയാൻ, ഇമാം അവറുകളെ എന്റെ പൈസ കാണുന്നില്ല. ഇതൊന്നും ഫഖീഹുകൾ ഡീൽ ചെയ്യേണ്ട വിഷയമല്ല, ഇത് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല. എന്നാലും നീ 2 റക്അത്ത് നിസ്കരിക്കടോ അള്ളാഹ്ക്ക് വേണ്ടി, 4 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു. 2 ഒരു വഴി ഉണ്ടാവും പറഞ്ഞു. നിസ്കരിക്കാത്ത മനുഷ്യനാണ്, രാത്രി നിസ്കരിക്കുന്നു പറഞ്ഞതാ. അപ്പൊ രാത്രി ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റ് ഒന്നുമൊക്കെ എടുത്ത് റാഹത്ത്, അങ്ങനെയുള്ള ഒരു കാര്യം കിട്ടാൻ മാല പോയാൽ ദിക്റുണ്ടോ, ഇതൊക്കെ നമ്മൾ നടക്കാൻ. വള പോയിട്ടുണ്ട്, കുട്ടിന്റെ മോതിരം പോയിട്ടുണ്ട്, അതിന് ഖുർആൻ എന്താ ഓതാനുള്ളത്? ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഖുർആൻ ഓതൊന്നും വേണ്ട. അതാണ് അത്ഭുതം. ഏതെങ്കിലും ഒന്ന് പോകണം, അസുഖം വരണം, വല്ല ഓതാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഖുർആനും വേണ്ട, ഒന്നും വേണ്ട, അത് കിട്ടിയ അവിടെ നൃത്തം ചെയ്യും ഖുർആൻ, പിന്നെ ഓതൂല്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനൊന്നും ആയിപ്പോവല്ലേ. ഇതൊക്കെ അലാമത്തുൽ ഖിദ്ലാൻ, പരാജയത്തിന്റെ അടയാളങ്ങളാണ്. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നീ 4 റക്അത്ത് അല്ലാഹ്ക്ക് നിസ്കരിക്കേ. 2ാമത്തെ റക്അത്ത് സലാം വീട്ടിന് മുമ്പ് ഓർമ്മ വന്നു, എവിടെയാ പൈസ വെച്ചത്. അവിടുന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. ഇമാമിനോട് ചെന്ന്, പൊന്നാര ഇമാമ കിട്ടിയിട്ടോ, 4 വേണ്ടി വന്നില്ല. പറഞ്ഞു, അലിംതു, എനിക്കറിയാമായിരുന്നടോ ആ 4 റക്അത്ത് പൂർത്തിയാക്കാൻ ഇബ്ലീസ് നിന്നെ വിടൂല. കാരണം അവനത് വലിയ പ്രശ്നമാണ്. നീ 4 റക്അത്ത് നിസ്കരിച്ചാൽ പോയില്ലേ. ആ 2 നീ മതിയാക്കണമെന്ന് വിചാരിച്ചിട്ട് അവൻ ഓർമ്മപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അള്ളാഹ്ക്ക് ശുക്റായിട്ട്, നന്ദിയായിട്ട് ആ 2 കൂടെ നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചു ഇമാം അവറുകൾ. നമ്മുടെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ്.
നമ്മുടെ അവസ്ഥകൾ വിഭിന്നമല്ല. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം ഇല്ലാത്ത ഓർമ്മകളും ചിന്തകളൊക്കെ വരികയാണ്. നമ്മുടെ ഇബാദത്തുകൾ സ്വീകാര്യോഗ്യമാവണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മനസ്സുകൊണ്ടൊരു ഉറപ്പ്, 2 റക്അത്ത് നമുക്ക് അള്ളാഹുവിന് വേണ്ടി യുഹ്സിനുൽ വുദൂ ശരിയാക്കുകയും വയുഹ്സിനു ദിക്റ വൽ ഖുശൂഅ, അതിൽ അള്ളാഹുവിനെ പറ്റി മാത്രം ഓർക്കുകയും ലാ യസ്ഹു ഫീഹിമ, അതിൽ ഒരു മറവും വരാൻ പാടില്ല. മറക്കാതെ 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇത്രയ്ക്കല്ലേ വേണ്ടൂ. അള്ളാഹുവിന് വേണ്ടി മാത്രം 2 റക്അത്ത് പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് മുഴുസമയവും ഓർത്തുകൊണ്ട് 2 റക്അത്ത്. തറാവീഹിന്റെ 20നെ കുറിച്ചല്ല പറഞ്ഞു, 2 റക്അത്ത് സുന്നത്ത് എപ്പോഴെങ്കിലും നിസ്കരിക്കാൻ നോക്കി. അത് എന്നും സാധ്യമാകണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലാ വജബത ലഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം നിർബന്ധമാണ്. ഇബാദത്തുകളാണ് നമ്മുടെ ഈമാനിനെ ഊതിക്കാച്ചെടുക്കുന്നത്. മുഅ്മിന് ഇബാദത്ത് വേണം. ജുമുഅ കഴിഞ്ഞ് ഓടിപ്പോന്നു, നിസ്കരിച്ചു ഫർള്, അസർ നിസ്കരിച്ചിന് മഗ്രിബ് ഉള്ളൂ, ഇശാ ഉള്ളൂ, കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അങ്ങനെ ആയിപ്പോവല്ലേ. നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ വേണം. ഹബീബായ നബി ഞങ്ങളൊരു സ്വഹാബിയോട് ചെന്ന് പറയുന്നു. ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, ഹൃദയം വളരെ കടുത്തു പോയിട്ടുണ്ട്, ഹൃദയത്തിൽ കാരുണ്യമില്ല. അതുഹിബ്ബു അൻ യലീന ഖൽബുക വതുദ്രിക ഹാജതക, അതുഹിബ്ബു അൻ യലീന ഖൽബുക വതുദ്രിക ഹാജതക. നിങ്ങളുടെ ഹൃദയം ലോലമാവണമെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞു തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുദ്രിക ഹാജതക, നമുക്കൊരു നിയ്യത്ത് ഉണ്ടാവൂലേ, ആ നിയ്യത്ത്, ആ ഹാജത്ത് വാദനക്ക് വരില്ലേ, ഹലാലായ മുറാദ് ഹാസിൽ ഹവാൻ, ഒരു അനുഭാവി 100 രൂപ. എന്താ പറഞ്ഞത്? ഒരു ഹാജത്ത് ഹാസിലാവണം. അൻതുദിരിക ഹാജതക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? തങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്വഹീഹുൽ ജാമിഇൽ ഹദീസുണ്ട്, ഇർഹമിൽ യതീം, യതീമായ മക്കളോട് ചെന്ന് കരുണ കാണിക്കണേ. വംസഹ റഅസ, യതീമിന്റെ തലയിൽ ഒന്ന് കൈകൊണ്ട് തടവുക. വഅത്ഇംഹു മിൻ തുആമിക, നീ കഴിക്കുന്ന ഭക്ഷണം യതീമിനെ കഴിപ്പിക്കുക. യതീംഖാനുണ്ട്, യതീം കുട്ടികളെ സംരക്ഷിക്കുന്ന വീടുകളുണ്ട്. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണം അവരെ കഴിപ്പിക്കുക. അവരുടെ അരികത്ത് ചെല്ലുക, ആ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അവരുടെ തലയിലൊന്ന് തലോടുക. കൊച്ചുമക്കളാണ്. യതീം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവുന്നതിൽ താഴെ പ്രായമായിരിക്കെ വാപ്പ മരിക്കുമ്പോഴാണ് യതീം എന്ന് പറയാ ശറഇൽ. ആ മക്കളുടെ തലയിൽ തലോടിയാൽ, അവരോട് ഇർഹം, കരുണ ചെയ്താൽ, യലിൻ ഖൽബുക, ഖൽബിന് ലോലത ലഭിക്കും. വതുദ്രികു ഹാജതക, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു തരും. അതുകൊണ്ട് പണ്ട് മുതലേ യതീംഖാനയിലേക്ക് സംഭാവന, യതീംഖാനയിലേക്ക് ഭക്ഷണം, യതീംഖാനയുടെ മക്കൾക്ക് വസ്ത്രം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആചാരം നമ്മൾ ഉണ്ടായത് നബിതങ്ങളുടെ ഈ ഹദീസാണ് അതിന്റെ കാരണം, അതിന്റെ നിദാനം. നമ്മുടെ ഏതൊരു വിഷയത്തിനും പരിഹാരം ഇബാദത്താണ്. ഭക്ഷണം കൊടുക്കുക, യതീമിനെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. ഇബാദത്തിലൂടെ നമ്മുടെ ഈമാനെ സംരക്ഷിക്കാൻ കഴിയും. മറ്റൊന്ന്, അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കലാണ്. ഇപ്പോ സൂര്യാസ്തമയം നടക്കാൻ പോവാൻ, മഗ്രിബാവാൻ പോവാൻ, ഓരോ ദിവസവും അസ്തമിക്കാൻ. നമ്മൾ ആലോചിക്കാറുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ചു മരിക്കണ പോലെയല്ലേ സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന പോലെ? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നേരിയ വെളിച്ചം, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ. ഒരു 10 മണിയാകുമ്പോൾ ഒരു ഉഷാർ, ഒരു 15-18 വയസ്സ്. ഒരു ഉച്ചയാകുമ്പോൾ അതിശക്തമായ ചൂട്, ഒരു 25-35 വയസ്സിലെ പ്രായം. അസറാകുമ്പോൾ 45-50, മഗ്രിബാകുമ്പോൾ 65-70, ഇശാവുമ്പോൾ ഖബറിന്റെ ഉള്ളില് ഇരുട്ടില്. ഇതല്ലേ എല്ലാ ദിവസവും നടക്കുന്നത്? ഇതല്ലേ എല്ലാ ദിവസവും അല്ലാഹു കാണിച്ചു തരുന്നത്? പ്രഭാതം പോലെ തന്നെ പ്രദോഷവും, രാവിലത്തെ വെളിച്ചത്തിന് ഊക്കില്ലാത്ത പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. മഗ്രിബാകുമ്പോൾ ക്ഷീണക്കായി വയസ്സാകുന്ന മനുഷ്യന്മാർ അങ്ങനെയാണ്. ഉന്മേഷമൊക്കെ പോയില്ലേ? ഒരു ചെറുപ്പകാലത്തിൽ നിന്ന് ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ ഓടുന്ന ഓട്ടമാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്നത്. എത്ര വലിയ അത്ഭുതമാണ്! ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. മറ്റൊരു വിഷയം അങ്ങനെയാണ്. കാറ്റും വെളിച്ചവും മഴയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ, ഏതെങ്കിലും കാറ്റടിക്കുകയോ മേഘപടലങ്ങൾ ഒരുമിച്ച് കൂടുകയോ ചെയ്യുമ്പോൾ ഉദിഫ ദാലിക ഫീ വജ്ഹിഹി, ഹബീബിന്റെ മുഖത്ത് അത് കാണപ്പെടുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ,
ജനങ്ങൾ മുഴുവനും മേഘം കാണുമ്പോൾ സന്തോഷിക്കും. ഫരിഹു റജാഅ യകൂന ഫീഹി മതറുൻ, അതൊരു നല്ല മഴയായി വർഷിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മേഘം കാണുമ്പോൾ ജനങ്ങളൊക്കെ സന്തോഷിക്കുമ്പോ വഅറാക ഇദാ റഅയ്തഹു അറഫ്തു ഫീ വജ്ഹികൽ കറാഹിയ, നബിയേ അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം ഞാൻ കാണുന്നുണ്ടല്ലോ. മേഘം കാണുമ്പോ എന്താണ് അങ്ങ് സന്തോഷിക്കാത്തത്? ആയിഷ ബീവിയോട് ഹബീബിന്റെ മറുപടി വരുന്നു, യാ ആയിഷ ആയിഷ മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബ്, ആ മഴയിൽ അല്ലാഹു അദാബ് നൽകുമോ എന്ന് എന്ത് ഉറപ്പാണുള്ളത്? നമുക്കൊക്കെ ആ അദാബ് കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞൊരു വർഷക്കാലം മഴ പെയ്ത് മഴ കൊണ്ട് ദുരന്തങ്ങളായി ഭവിച്ചൊരനുഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയില്ലേ? കാരണം മുൻഗാമികൾ മേഘം കണ്ടപ്പോൾ പറഞ്ഞുപോയി, ഇത് മഴ പെയ്യാൻ വരുന്ന മേഘമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് ചരൽക്കല്ലുകളായിരുന്നു, അത് കൊടുങ്കാറ്റായിരുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയായിരുന്നു. അതുപോലെ ഒരു ശിക്ഷയാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാം. അതുകൊണ്ടാണ് സ്വാലിഹ് നബിയുടെ സമുദായം താമസിച്ച ഹിജ്റിലൂടെ അല്ലാഹുവിന്റെ റസൂലും അനുയായികളും തബൂക്കിലേക്ക് പോകുമ്പോ തബൂക്കിലേക്കുള്ള യാത്രയിൽ ഹിജ്റിലൂടെ കദ്ദബ അസ്ഹാബുൽ ഹിജ്ർ എന്ന് ഖുർആൻ പറഞ്ഞ മദായിൻ സ്വാലിഹിന്റെ ഭാഗം ഇന്ന് പെട്ര എന്ന് പറയും. ഇന്ന് വിദേശികളും സ്വദേശികളുമായ ആളുകളുടെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പെട്ര. സൗദി അറേബ്യയിലും ചില ഭാഗങ്ങളുണ്ട് മദായിൻ സ്വാലിഹ്, ജോർഡാനിലുമുണ്ട്. മഹാമലകൾ തുരന്ന് വീടുണ്ടാക്കിയ മുൻഗാമികരുടെ മഹാത്ഭുതങ്ങൾ, അതൊക്കെ ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു അത് ആസ്വദിക്കാൻ പോകേണ്ട സ്ഥലങ്ങളല്ല. അത് തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലു അലാ ഹൗലാഇൽ മുഅദ്ദബീന ഇല്ലാ അൻ തകൂനു ബാകീൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ ഇതിലൂടെ കടന്നു പോകരുത്. ഫഇല്ലം തകൂനു ബാകീന, നിങ്ങൾക്ക് കരയാൻ കഴിയില്ലെങ്കിൽ ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. ലാ യുസീബുകും മാ അസ്വാബഹും, അവർക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്ക് അദാബ് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപകടങ്ങൾ സംഭവിച്ചത്, ദുരന്ത മരണങ്ങൾ സംഭവിച്ചത്, അല്ലാഹു തആല ശിക്ഷ ഇറക്കിയതൊക്കെ കാണുമ്പോ അത്തരം പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. അത് ഈമാൻ പുതുക്കാൻ കാരണമാണ്. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. അതുമാത്രമല്ല, നമ്മുടെ നാവുകളിൽ ദിക്റുണ്ടാവട്ടെ. പിശാചിനെ പിടിച്ചു നിർത്താനും പിശാചു ബാധ ഏൽക്കാതിരിക്കാനും ഏറ്റവും നല്ല പരിച, ഏറ്റവും നല്ല സുരക്ഷ നാവിൽ ദിക്റുണ്ടാവലാണ്. പ്രത്യേകിച്ച് ആയത്തുൽ കുർസി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ദിക്ർ, സ്വലാത്തുകൾ. മനുഷ്യരിലേക്ക് പിശാച് കയറുന്ന പോലെ ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ പിശാച് വന്നാൽ ആ പിശാചിന്റെ ദേഹത്തേക്ക് മനുഷ്യൻ കയറുമത്രേ, മനുഷ്യൻ കയറും. അൽ വാബിലു സ്വബി മിനൽ കലിമി ത്വയ്യിബ് എന്ന് പറയുന്ന ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുണ്ട്. അതിൽ അദ്ദേഹം മഹാനവറുകൾ പറയുന്നുണ്ട്, മുൻഗാമികൾ പറയും, അവര് പറയാറുണ്ട്, പിശാചുക്കളിൽ ചില ആളുകൾക്ക്, നമ്മൾ മനുഷ്യരിൽ പിശാചു ബാധയുള്ളവർ കിടന്ന് പിടക്കുന്ന പോലെ പിശാചുക്കളിൽ ചില ആളുകൾ കിടന്ന് പിടക്കുമ്പോ പിശാചുക്കൾ വന്ന് ചോദിക്കുമത്രേ, എന്താടോ നിനക്ക് പറ്റിയത്? അവര് പറയും, മസ്സഹുൽ ഇൻസി, ഒരു മനുഷ്യൻ കൂടിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ ദേഹത്തുണ്ട് പോൽ. നമ്മൾ പറയില്ല ജിന്ന് കൂടിയിട്ടുണ്ട് എന്ന പോലെ മനുഷ്യൻ കൂടിയിട്ടുണ്ട് എന്ന് പറയും. ആരോട്? പിശാച്ചിനോട്. പിശാച്ച് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നപ്പോ ദാക്കിറായ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യൻ, ആ ഇൻസ് കൊണ്ട് ഒരു പിശാച്ചിന് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട് മുഅ്മിനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാവ് ദിക്ർ കൊണ്ട് ഇതൊക്കെ നമുക്ക് കഴിയുന്ന ഏത് ബസ്സിലും യാത്രയിലും അടുക്കളയിലും ജോലി ചെയ്യുമ്പോഴും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പറ്റുന്ന സംഗതിയല്ലേ. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ. നമ്മൾ തിന്മ നടക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അവിടുന്ന് പൈശാചികമായി ദുർബോധനങ്ങൾ ഉണ്ടാകും. പിശാച് ശരീരത്തിൽ കയറും. അതൊക്കെ ഉള്ള ഹഖീഖത്തുകളാണ്. ഇപ്പൊ അടുത്ത് ഒരു അറബ് മുസ്ലിം ലോകത്തെ ഒരു ജിന്ന് ബാധയേറ്റൊരു ചെറുപ്പക്കാരൻ ജിന്ന് ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ജിന്ന് എവിടെ നിന്നാണോ എന്ന് പറഞ്ഞപ്പോ, ഞാൻ ബാങ്കോക്കുകാരനാണ്. സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിന് പോയതാ, ബാങ്കോക്ക് നിന്ന് പിടികൂടിയതാണ്. ജിന്ന് പറയാം സംസാരിക്കുക, ബാങ്കോക്ക് നിന്നാണ് അങ്ങനൊക്കെ പറയാം, അവർ സംസാരിക്കും. സുബ്ഹാനല്ലാഹ്. തിന്മകളിലേക്ക് ചെല്ലുമ്പോ തിന്മകളിൽ നിന്ന് ആളുകൾ ദേഹത്തു കൂടുന്ന അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ മുഅ്മിനെ. നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഏറ്റവും വലിയ പരിചകളിൽ ഒന്ന് ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് അൽ ബദാദ,
വിനയവും താഴ്മയും ജീവിതത്തിൽ കൊണ്ടു നടക്കുക. മഹാനായ ജബ്ബാർ ഉസ്താദ് നമുക്ക് മറക്കാൻ കഴിയുമോ? മീത്തബയൽ അള്ളാഹു മഹാനുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ അടുത്തല്ലേ മഹാനായ എത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായത്. എന്തോ ഒരു സാത്വികനായ ആലിമീങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം അതല്ലേ, ഇങ്ങനത്തെ ഒരു മഹാന്മാർ, ആലിമീങ്ങൾ, വലിയ സ്ഥാനമാനമുള്ളവര്, പക്ഷേ വളരെ പാവങ്ങളായി ജീവിക്കുന്നവർ. ഒരു അഹങ്കാരോ ഒരു നെഞ്ചു വിരിച്ചുള്ള വർത്താനോ. മുഅ്മിനീങ്ങളായ ആളുകൾ അങ്ങനെയാ ജീവിക്കേണ്ടത്. അതാണ് യഥാർത്ഥ പണ്ഡിതന്റെ ലക്ഷണം. അല്ലാത്ത ഡയലോഗുകളൊന്നുമല്ല. അവർ പാവങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്, സജ്ജനങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്. ബദാദ, എളിമയും താഴ്മയും ഉണ്ടായിരിക്കും. അതിപ്പറ്റ ഉസ്താദെങ്ങാനും ഈ വേദിക്ക് വരികയായിരുന്നെങ്കിൽ ഉസ്താദ് ഒരു പക്ഷേ കസേരയൊക്കെ മാറ്റി വെച്ചൂടെ പായ വിരിക്കാൻ വേണ്ടി പറയും. ഉസ്താദ് കസേര ഇരിക്കൂല, പായ വിരിച്ച് താഴെ ഇരുന്നിട്ട് വല്ല മൈക്കെന്തെങ്കിലും പറയും, താഴെ ഇരിക്കുള്ളൂ. ആ മഹാനവറുകൾ ഭക്ഷണം കഴിക്കാനുണ്ടോ, ടേബിൾ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് താഴെ പായ വിരിക്കും, ഞാൻ താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആലിമീങ്ങൾ നമുക്ക് ഇനി കാണാൻ വളരെ കുറവാണ്. ആ ഒരു ബദാദ അല്ലാഹു തആല ഹബീബ് പറയുന്നുണ്ട്, മൻ തറക്കൽ ലിബാസ തവാദുഅൻ ലില്ലാഹ് വഹുവ യഖ്ദിറു അലൈഹി. അല്ലാഹുവിന് വേണ്ടി വസ്ത്രവിധാനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ ഒരാൾ താഴ്മ കാണിച്ചാൽ ദഅാഹു അല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു അവരെ വിളിക്കും അലാ റൂസിൽ ഖലായിഖ്, അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളുടെയും മുമ്പിൽ വെച്ച്, ഹത്താ യുഖയ്യിറഹു മിൻ അയ്യി ഹുലലിൽ ഈമാനി ശാഅ യൽബസുഹാ, ഈമാനിന്റെ മനോഹരമായ പുടവകളിൽ നിന്ന് മനോഹരമായ ഒരു വസ്ത്രം എടുത്തണിഞ്ഞോളൂ എന്ന് അല്ലാഹു അവർക്ക് ഇസ്സത്തിന്റെ വസ്ത്രം നാളെ നൽകും. അല്ലാഹുവിന് വേണ്ടി ബദാദത്ത് കാണിച്ച ആളുകളെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതൊരു ഈമാൻ ഉറക്കാൻ നല്ലതാണ്, നമ്മൾ അഹങ്കാരം വരാണ്ടിരിക്കാൻ. മറ്റൊന്ന് വയറ് നിറക്കാണ്ടിരിക്കാൻ. വയറ് നിറഞ്ഞാൽ ശരീരത്തിന്റെ മറ്റവയവങ്ങൾക്ക് വിശക്കുന്നതാണ്. വയറിന് വിശന്നാൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും വയറ് നിറയും. ഗസാലി ഇമാമിന്റെ വലിയൊരു ഹിക്മത്താണത്. മഹാനായ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം പിശാചിനെ കണ്ട ഒരു സംഭവമുണ്ട്. റിവായത്തുകൾ അത് ഇസ്രായേലിയാണ്, പക്ഷേ അതിൽ സ്വഹീഹ് എന്ന് അഭിപ്രായപ്പെട്ട ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബിനെയാണ് ക്രിസ്ത്യാനികളൊക്കെ ജോൺ എന്ന് പറയുന്നത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. യഹ്യാ നബിയുടെ പേരാണ് ജോൺ എന്നവർ ഇംഗ്ലീഷിൽ പറയാ. യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി ഇബ്ലീസിനെ കണ്ടപ്പോ ഇബ്ലീസിനോട് ചോദിച്ചു, ഇബ്ലീസേ, എന്നിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറഞ്ഞു, ആ കിട്ടിയിട്ടുണ്ടല്ലോ. എപ്പോ? അന്നൊരിക്കൽ നല്ല ഭക്ഷണം കിട്ടിയപ്പോഴേ നിങ്ങൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട്